കിഡ്നി റാക്കറ്റുകളുമായി സഹകരിച്ച് അനധികൃതമായി വൃക്ക മാറ്റിവെക്കൽ നടത്തിയ ആശുപത്രി അധികൃതർ സീൽ ചെയ്തു. ഡോക്ടർമാരടക്കം സ്റ്റാഫുകൾക്കെതിരെ നടപടി. ആശുപത്രിയിലുണ്ടായിരുന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ രണ്ടുപേരെയും വൃക്കദാതാക്കളെയും അടക്കം കൂടുതൽ ചികിത്സയ്ക്കായി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി. ഹൈദരാബാദിലാണ് ഞെട്ടിക്കുന്ന സംഭവം. സരൂർ നഗറിലെ അളകാനന്ദ ആശുപത്രിയിലാണ് വൃക്ക റാക്കറ്റുമായി ചേർന്ന് അവയവമാറ്റം നടന്നുകൊണ്ടിരുന്നത്. സരൂർ നഗർ ഡോക്ടേഴ്സ് കോളനിയിൽ 6 മാസം മുൻപാണ് അളകാനന്ദ എന്ന ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ ഗീത, അർച്ചന, LB നഗർ SP കൃഷ്ണയ്യ, സരൂർ നഗർ CI സൈദി റെഡ്ഡി എന്നിവരുടെ നേതൃത്വത്തിലാണ് ആശുപത്രിയിൽ പരിശോധന നടത്തിയത്. തുടർന്നാണ് ഓപ്പറേഷന് വിധേയരായ 2 രോഗികളെ കണ്ടെത്തിയത്. കൂടുതൽ അന്വേഷണത്തിൽ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അനധികൃതമായി നടക്കുന്നതായി സ്ഥിരീകരണമുണ്ടായി. സംഭവ സമയം തമിഴ്നാട് സ്വദേശികളും കർണാടക സ്വദേശികളുമാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഇവരെ ചികിത്സയ്ക്കായി ഗാന്ധി ആശുപത്രിയിലേക്ക് മാറ്റി ആശുപത്രി സീൽ ചെയ്യുകയായിരുന്നു. വൃക്ക മാറ്റിവയ്ക്കാൻ 50 ലക്ഷം രൂപ ഈടാക്കുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. തമിഴ്നാട്ടിൽ നിന്നുള്ള പാവപ്പെട്ടവരെ കിഡ്നി ദാനം ചെയ്യാൻ പ്രേരിപ്പിച്ചെന്നും ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ. പങ്കെടുത്ത ഡോക്ടർമാരെയും ഇടനിലക്കാരായി പ്രവർത്തിച്ചവരെയും പോലീസ് തിരയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു. ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം. ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം. അൺകട്ട് പ്രഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ 90%, വിൽക്കുമ്പോൾ 80% ബൈബാക്ക്. മാത്രമല്ല, വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം. ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.